ആരാ? ഞാൻ എന്ത് വേണം? നന്നായി ജോലി ചെയ്യാൻ അറിയാവുന്ന എനിക്ക് സാർ ഒരു ജോലി തരണം. ഇവിടെ ജോലിയൊന്നുമില്ല. ചോറും കറിയും തെക്കൻ സ്റ്റൈൽ, വടക്കൻ സ്റ്റൈൽ, മധ്യകേരളം സ്റ്റൈൽ എല്ലാം നന്നായി ചെയ്യും സാർ. ഇവിടെ പാരം വേണ്ട. കൂലി തന്നില്ലെങ്കിലും പ്രശ്നമല്ല സാർ. ഓടാവുന്നു. ഭക്ഷണവും വേണ്ട സാർ. എന്തായി? അയാള് ഗെറ്റ് ഔട്ട് അടിച്ചു എന്ന് പറഞ്ഞ് തിരിച്ചു പോന്നാലെങ്ങനാ? ഒന്നുകൂടെ ചെന്ന് നോക്ക്. കൂലി വേണ്ട, ഭക്ഷണം വേണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കി. ഇനിയും ചെന്നാൽ അയാൾ ഇടിക്കും. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല ദാസ. ആ സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞതുപോലെ അയാളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ ചോര എടുക്കാലോ. ഇടാ, അയാളെ അറസ്റ്റ് ചെയ്യാൻ നമുക്ക് തെളിവുകൾ എവിടെ? എന്നാൽ ഇനി നീ താടി ഒട്ടിച്ച് ചെല്ല്. താടി ഒട്ടിച്ചാലൊന്നും എനിക്ക് വേലക്കാരന്റെ ലുക്ക് കിട്ടില്ലടാ. ഈ ചുറ്റുപാടിൽ തന്നെ മറ്റേതെങ്കിലും വീട്ടിൽ കയറിയാലും മതി. അതുകൊണ്ടെന്താ കാര്യം? എപ്പോഴും നമുക്ക് അയാളെ വാച്ച് ചെയ്യാൻ പറ്റും. അയാളുടെ നീക്കങ്ങളും നമുക്ക് കാണാം. രാത്രി വന്ന് രക്തം കൊടുക്കാം. ആ വീട്ടിൽ ചെന്ന് നോക്ക്. വേണം. നമുക്ക് മെഡല് വാങ്ങണ്ടേ, പേരെടുക്കണ്ടേ, ഉയർന്നുയർന്ന് വലിയ ഉദ്യോഗസ്ഥന്മാരാകണ്ടേ, ജോലിയില്ലാതെ തെണ്ടി നടന്നപ്പോ കണ്ടിരുന്ന സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കണ്ടേ. വേണം. വലിയ വീട്, കാർ, AC, ഫ്രിഡ്ജ്. അതാ പറഞ്ഞ മോച്ചല്ലേ. ആ വീട്ടിലോട്ട് കയറിച്ചല്ലേ. ചെല്ലേ. എന്ത് ജോലിയും ചെയ്യും. അതിന് ഞാനെന്ത് വേണം? എച്ചിൽ പാത്രം കഴുകും, നിലം തുടക്കും, വിറക് കീറും, വെള്ളം കോരും. പോരിക്കോ? പട്ടിണി പാവങ്ങളോട് ധാരാളം കരുണ കാണിക്കുന്ന ഒരു കൊച്ചമ്മയാണ് ഇവിടുത്തെ കൊച്ചമ്മ എന്ന് എല്ലാവരും പറഞ്ഞു. ആ പറഞ്ഞു എന്നെ പറ്റി ആയിരിക്കില്ല. തനിക്ക് വീട് മാറിയതാവും. കൊച്ചമ്മ, ഈ തങ്കപ്പനൊരു പാവാണ് കൊച്ചമ്മ. കണ്ടിട്ടൊരു കള്ളനെ പോലെ ഉണ്ട്. അയ്യോ, അത് താടി അല്ല, മുടിയല്ല, താടി. താനൊന്ന് പോയാട്ടെ. ഇവിടെ ജോലിക്ക് പാരയും വേണ്ട. ആരാവിടെ? തന്നോട് പോകാനല്ലേ പറഞ്ഞത്? നമസ്കാരം അമ്മേ. ഇവനാരാ? ഞാനൊരു വേലക്കാരനായിട്ട് വന്നതാണ് അമ്മേ. വേലക്കാരനായിട്ടോ? അപ്പൊ ശരിക്കുള്ള വേലക്കാരനല്ലേ നീ? എന്നാ അടുക്കള ഭാഗത്തേക്ക് വാ. ഏയ്, ഇതിലല്ല, അപ്പുറത്തോട് വാ. ഊരും പേരും അറിയാത്തന്നെ വീട്ടിൽ കയറ്റരുത്. അത് പറയാ നീ ആരാ? എടാ, വായ നിൽക്കാതെ അപ്പുറത്തോട് വാടാ. നന്ദി അമ്മേ, നന്ദി. അങ്ങനെ വരട്ടെ. എനിക്ക് ഈ വീട്ടിൽ വല്ല അധികാരമുണ്ടെന്ന് ഇന്ന് അറിയണം. അതിന് അവൻ പറഞ്ഞില്ല. നിനക്ക് ഈ വീട്ടിൽ അധികാരമില്ല, ഗതികാരമില്ല. അപ്പുറത്തോട്ട് വാടാ. വഴിപോക്കൻ. പോയല്ലോ. പവർക്കട്ടിന് സമയം മാറിയത് ഓർത്തില്ല. തങ്കപ്പാ, ടാങ്ക് നിറക്കണം. ഞാനോ? പിന്നെ ഞാനോ? അങ്ങ് 2ാം നിലക്കും മേലെയുള്ള ടാങ്ക് ഞാൻ നിറക്കണമെന്നല്ലേ? സംസാരിച്ചെത്താൻ നേരമില്ല. പൈപ്പിൽ ഒരു തുള്ളി വെള്ളമില്ല. വേഗം വേണം. കുടിക്കാൻ കഞ്ഞിവെള്ളം വേണോ ചേട്ടാ? എടാ, കുത്തിരുന്ന് ശമ്പളം വാങ്ങാന്നാണോ നിന്റെ വിചാരം? എടാ തങ്കപ്പാ, ഞങ്ങളുടെ കീറടാ. മനുഷ്യന് ശ്വാസം മുട്ടും. ഇത്തിരി വിശ്രമിക്കട്ടെ. നിനക്ക് വിശ്രമിക്കുന്നത് വല്ല ഊട്ടിയിലെ വല്ലയിടത്തും പോടാ. എല്ലും മുറുകെ പണിയെടുത്ത പല്ല് മുറുകെ തിന്നാം. അതാണ് ഇവിടുത്തെ പ്രമാണം. നിന്റെ എല്ലാം തകിട് പൊടിയാലും വെറുതെ ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കീറടാ. എടാ കീറടാ. അത് കഴിഞ്ഞ് വെയില് പോണതിന് മുമ്പേ ഇത് മുഴുവൻ അലക്കിടണം. അതും ഞാൻ തന്നെ ചെയ്യണോ? പിന്നെ നിന്റെ മറ്റോനെ ഇരിക്കണ്ടേ ഇവിടെ? കണ്ടവളുടെ വിഴുപ്പലക്കാനാണോ ഈശ്വര നീ എന്നെ CID ആക്കിയത്? എടാ ദാസാ, എന്താ 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 നീ പിറുപിറുക്കണേ? ഒന്നുമില്ലേ. എടാ, നീ വെള്ളം നിർത്തില്ലേ? അവന്റെ ഇവിടെ വേറെ ജോലിയുണ്ട് എന്ന് പറഞ്ഞ അടുക്കള വെള്ളമില്ലാതെ ഞാൻ എന്ത് ചെയ്യും? തന്നെത്താൻ കോരിക്കൊള്ളണം. നീ കീറടാ. ഞാൻ നിയമിച്ച വേലക്കാരനെ ഭരിക്കും ഇവിടെ വേറെ ഒരുത്തി വരണ്ട. ആര് നിയമിച്ചാലും എന്റെ ഭർത്താവ് വേണല്ലോ ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കാൻ. എന്റെ മകനായതിനു ശേഷം അല്ലേ നിന്റെ ഭർത്താവായത്? ഓ, എടാ തങ്കപ്പ, നിന്നോടാ പറഞ്ഞത്. എടാ, നോക്കി നിൽക്കാതെ കീറടാ. എനിക്കൊരു ഉണ്ടാവില്ല. കയ്യും കഴുകി വെട്ടി ഒഴുകാണെങ്കിൽ വന്നേക്കട്ടെ.
ഞാൻ പറയുന്നത് മാത്രം അനുസരിച്ചാ മതി. ടാങ്കിൽ വെള്ളം നിറയ്ക്കാൻ അധികം താമസിക്കണ്ട. കീറിക്കോ. ആരാ സാറിവിടെ ആരാടോ താൻ? ഞാൻ ആരാ? അവനിവിടുത്തെ പുതിയ വേലക്കാരനാ, തങ്കപ്പൻ. ആ പാടെ ഒരു പിശാചിനെ പോലെ ഉണ്ടല്ലോ. വാതിൽ തുറന്നപ്പോ ഞാനങ്ങ് വേരണ്ടു പോയി. ആഴ്ചക്ക് അശ്രീകരാണെങ്കിലും ഒരുവിധം പണിയൊക്കെ ചെയ്യും. നീ നിലം തുടക്കി തങ്കപ്പാ. ഒരുത്തനെ വിശ്വസിക്കാൻ വയ്യാത്ത കാലമാ. വല്ലതും കട്ടോണ്ട് പോയാലോ? എങ്കിലവന്റെ അധോഗതിയായിരിക്കും. നീ കക്കൂടാ. തങ്കപ്പൻ ചേട്ടനോ? നീ വരെ ഉറങ്ങിയില്ലേ? അയ്യോ, ഇതെന്താ ശബ്ദം ഏതാണ്ട് പോലെ ഇരിക്കുന്നല്ലോ. ജലദോഷം ഇപ്പൊ ശരിയായി. ചേട്ടൻ എങ്ങോട്ട് പോവാ? അറിഞ്ഞിട്ടെന്തിനാ നേരെ ഇത്രയായിട്ട് ഉറങ്ങാത്തത്? വീട്ടുകാര്യങ്ങൾ ഓർത്തോണ്ട് കിടന്നാ ഉറക്കം വരില്ലേ ചേട്ടാ? അപ്പൊ വീട്ടുകാരും ഓർക്കണ്ട, കിടന്നോ. ഞാൻ വീടി വാങ്ങാൻ പോവാ. എന്നിട്ട് ഉടനെ വരുവോ? ഞാൻ വരുവോ വരാതിരിക്കുകയോ ചെയ്യും. വിറക് കീറാൻ ചേട്ടൻ വിഷമിക്കുന്ന കണ്ടപ്പോ എനിക്ക് സങ്കടം വന്നു. പോയി കിടന്ന് ഉറങ്ങാൻ നോക്കൂ കുരിശേ. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. എടാ, നിനക്ക് കുറച്ചെങ്കിലും ബോധം ഉണ്ടായിരുന്നെങ്കിൽ നീ ക്ലോറോഫോം മൂക്കി കയറ്റൂ. അതോടെ ഇവന്റെ കാറ്റ് പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്റെ ഈശ്വര. ബോധം തെളിയുന്നതിന് മുമ്പ് സൂര്യൻ ഉദിച്ചിരുന്നെങ്കിൽ ആ തടിയൻ എന്റെ കാറ്റ് കളഞ്ഞേനെ. എങ്കിലയാലെ ഈ കേസിൽ നിന്ന് ഞാൻ ഒഴിവാക്കിയേനെ. ദാസ, ഒരു കൈപ്പഴ പറ്റി ഞാൻ നിലം തുടച്ചും വിറക് കീറിയും വെള്ളം കോരി കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയാ? നമ്മുടെ കേസിന്റെ വിജയത്തിന് വേണ്ടിയല്ലേ? നീ കുറച്ചുകൂടെ ക്ലോറോഫോം എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചതാ. എന്തായാലും ഇന്നവന്റെ ചോര ഞാൻ എടുക്കും. ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്താ? പ്രഭാകരൻ തമ്പിയുമായി നമുക്ക് മുൻ പരിചയമുള്ളത് കൊണ്ട് എനിക്കും അവിടെ വരാം. അവിടെ നിന്നുകൊണ്ട് തടിയന്റെ എല്ലാ നീക്കങ്ങളും നമുക്ക് വാച്ച് ചെയ്യാം. ഇനി അങ്ങോട്ട് CIDകളുടെ താവളം ആ വീടായി. ചേട്ടൻ വന്നേ പിന്നെ എനിക്ക് സുഖമാ. അല്ലെങ്കിൽ ഈ പണി മുഴുവൻ ഞാനാ ചെയ്തോണ്ടിരുന്നത്. ചേട്ടന് പഴഞ്ചോറ് കിട്ടിയോ? നീ വിചാരിക്കുന്നത് പോലെയുള്ള ആ പോപ്പി ഒന്നുമല്ല ഞാൻ. അയ്യോ, ചേട്ടൻ ദേഷ്യപ്പെടാൻ മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. മുൻകോപക്കാരെ എനിക്കിഷ്ടമാ. അവരുടെ ഉള്ളിൽ സ്നേഹം കാണും. ചേട്ടൻ ആരെങ്കിലും ലവ് ചെയ്തിട്ടുണ്ടോ? എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. മാസം 1000-ലേറെ ശമ്പളം വാങ്ങുന്നവനാ ഞാൻ. 1000 രൂപയോ? നോണ പറയാതെ എന്റെ ചേട്ടാ. മാസത്തിൽ 40 രൂപയാ ചേട്ടന്റെ ശമ്പളം എന്ന് വലിയ തള്ള പറഞ്ഞു. കള്ളൻ. ആഹാ, എന്തുവാ ഇവിടെ രണ്ടാളും കൂടി? എനിക്ക് ചീത്തപ്പേരുണ്ടാക്കി വെക്കുവോ? തങ്കപ്പാ, ഞാൻ സൈക്കിൾ എടുത്തോണ്ട് നമ്മുടെ കൊപ്രാക്കളം വരെ ഒന്ന് പോണം. ഒരാളെ അവിടെ കൊണ്ടാക്കണം. ഓ, ആരേത്? ആരാണെന്ന് തന്നോടാ ചോദിച്ചത്. എങ്ങനെ താൻ അകത്ത് കയറി? ഞാൻ പിന്നെ പ്രഭാകരന്റെ എന്റെ സ്നേഹിതനാ. അമ്മ, എന്റെ സുഹൃത്ത് ഇബ്രാഹിം കുട്ടി. ഇന്നലെ രാത്രി അമ്മ കണ്ടില്ലേ? ആ, നിന്റെ കൂടെ കോണിപ്പടി കയറി പോയത് ഇയാളായിരുന്നു. അപ്പൊ ഇയാൾക്ക് താടി ഉണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലല്ലോ. ഉണ്ടായിരുന്നമ്മേ. ഓ, ഇയാളിട്ടിരിക്കുന്ന നിന്റെ കുപ്പായല്ലേ? അത് പിന്നെ ഞാൻ ഇങ്ങനെ ഗതിയില്ലാത്തവനായിട്ട് എന്തിനാ മോനെ നീ കൂട്ടുകൂടുന്നത്? നമ്പ്യ, ഇബ്രാഹിം കുട്ടി സൈക്കിൾ റെഡി. എടാ തങ്കപ്പ, നീ എങ്ങോട്ടാ? ഇബ്രാഹിം കുട്ടി ബസ് സ്റ്റാൻഡിൽ കൊണ്ട് വിട്ടിട്ട് വരും. കൊപ്രകളത്തിലേക്കല്ലേ? ആ, കൊപ്ര. അതെന്തിനാ? അതൊക്കെ പിന്നെ പറയാം, വേഗം ചെന്നാട്ടെ. തങ്കപ്പ, നീ പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. തൊഴുത്തിൽ ചാണം വരാനുണ്ട്. ഒത്തിരി ദൂരം പോണോ? അടുത്താ.
കൊപ്രക്കളത്തില് കൂലിപ്പണിക്ക് പോവുമായിരിക്കും അല്ലയോ? അല്ല, ആ അതെ അതെ. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടന് കഷ്ടകാലമാ. ആ കണ്ണിച്ചോരില്ലാത്തവന്മാരാ പണിയെടുത്ത് ചേട്ടന്റെ നട്ടല് റബ്ബറാകും. താനേ സൈക്കിളിൽ വിട്ടിയാ മതി. അല്ല, പറഞ്ഞതേ ഉള്ളൂ. ആ, ഇപ്പോഴാ ഞാൻ ശ്രദ്ധിച്ചത്. എന്റെയും ചേട്ടന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു. എന്റെ നാടെവിടെ? കായംകുളത്താ. ആ പണ്ട് ഞാൻ അതിലേക്ക് വന്നിട്ടുണ്ട്. ഓ, ആ ചേട്ടന്റെ നാടെവിടാ? മുണ്ടക്കയത്താ. ആ, എന്റെ അച്ഛൻ പണ്ട് അവിടെ ചായക്കട നടത്തിയിരുന്നു. തിരക്കാൻ സൈക്കിളിൽ വിട്ടോ. ചേട്ടൻ ഇറങ്ങിക്കോ. ഇവിടെയാണോ? അതെ. ഇയാളെ ഞാൻ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അവനെ എനിക്ക് മുൻ പരിചയമുണ്ടല്ലോ. ഇല്ല. ഏയ്